ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് ഏതമ്പലമാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണും. അതെ, രാമനാഥസ്വാമി ക്ഷേത്രം രാമേശ്വരത്തുള്ള. പക്ഷേ ഈ അമ്പലം രാമൻ്റെ അല്ല, പകരം ശിവൻ്റെ ആണെന്നുള്ളത് എത്ര പേർക്കറിയാം? രാവിലെ കുളിച്ചൊരുങ്ങിതേ അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് തന്നെ കുളിച്ചിട്ടാണ് കയറുന്നത്. ഏകദേശം 72 കിണറോളം ഇവിടെ ഇതിനായിട്ട് വേണ്ടി ഇവർ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുളിച്ചു കയറുന്നവർ ഒരുപാട് പേരുണ്ട്. ഞാൻ അല്ലാതെ തന്നെയാണ് വന്നത്. പിന്നെ ഈ കാണുന്ന ഇടനാഴികൾക്കും ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടി നീളമുള്ള ഒരു ഇടനാഴിക കൂടെയാണ് ഈ രാമേശ്വരത്തുള്ള ഈ അമ്പലത്തിലുള്ളത്. എന്തൊരു ഭംഗിയാണ്! നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സൗന്ദര്യം തന്നെ ഈ അമ്പലത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലേക്കാട്ടും കൂടുതൽ നോർത്ത് ഇന്ത്യ എന്നുള്ള ആളുകളാണ് ഈ അമ്പലത്തിലേക്ക് കൂടുതൽ വരുന്നത്. അമ്പലത്തിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചെല്ലാം ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പൈസ കൊടുക്കുമ്പോഴേക്കും ഇവർ നമുക്ക് ബ്ലെസ്സിങ് ഒക്കെ തരും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത് ശ്രീമുരുകൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഹോട്ടലിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റിവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാട്ടോ ഞാൻ ഈ ഹോട്ടലിലെത്തി. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫുഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല. രാമേശ്വരത്തിലെ വെജിറ്റേറിയൻ ഫുഡിന് ഭയങ്കര അഭിപ്രായം ഉണ്ടെങ്കിലും എനിക്ക് ഇവിടുത്തെ ദോശയാണെങ്കിലും കോഫി ആണെങ്കിലും ഈ പറഞ്ഞിരുന്ന ഹൈപ്പിനുള്ളത് ഒട്ടും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. ജസ്റ്റ് കഴിച്ചു, അത്ര തന്നെ.